തിരുവനന്തപുരത്തുകാരെ പറ്റിക്കാൻ വികസനത്തള്ളുമായി ഇറങ്ങിയിരിക്കുന്ന BJP സ്ഥാനാർത്ഥിയുടെ ഒരു വീരഗാഥ കൂടി പറയാനുണ്ട്. കർണാടകയിൽ വികസനം മുടക്കിയ ഒരു കഥ കൂടി. നമ്മളിപ്പോൾ കാണുന്ന ചിത്രത്തിൽ പ്ലക്കാർഡും പിടിച്ചു നിൽക്കുന്നത് തിരുവനന്തപുരത്തെ അതേ BJP സ്ഥാനാർത്ഥി തന്നെയാണല്ലോ. അതിലെഴുതിയിരിക്കുന്നത് മോദിക്ക് ഗ്യാരണ്ടി എന്നൊന്നുമല്ലല്ലോ, ഇനി കാര്യം നടക്കും എന്നുമല്ലല്ലോ, നോ എന്നാണല്ലോ, വേണ്ട എന്നാണ്. വികസനം വേണ്ട എന്ന് പറഞ്ഞ് MP ആയിരിക്കുന്ന വേളയിൽ കർണാടകയിൽ അദ്ദേഹം നടത്തിയ പ്രതിഷേധ പരിപാടിയുടെ ചിത്രമാണിത്. ഈ ഒരൊറ്റ ചിത്രം മാത്രം പോരെ തിരുവനന്തപുരത്തുകാർക്ക് ഇദ്ദേഹത്തിൻ്റെ പൊയ്മുഖം വ്യക്തമാകാൻ? ഞാനിവിടെ വികസനം കൊണ്ടുവന്ന് മറിച്ചു കളയുമെന്ന് തിരുവനന്തപുരത്തുകാരോട് പറയുന്ന അതേ മനുഷ്യൻ ബംഗളൂരു നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റമായിരുന്ന ഒരു സ്വപ്ന പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ പ്ലക്കാർഡും പിടിച്ചു നിൽക്കുന്ന ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. മീഡിയയെ കയ്യിലെടുത്ത് ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകളെ രംഗത്തിറക്കി അദ്ദേഹം നടത്തിയ വലിയ സമര പരിപാടികളുടെ ഭാഗമായി സിദ്ധരാമയ്യ സർക്കാർ കൊണ്ടുവന്ന ഒരു വലിയ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. വലിയ അഴിമതി നടക്കും, മരം മുറിക്കുമെന്നൊക്കെയാണ് ഇദ്ദേഹം അതിന് ന്യായമായി പറഞ്ഞത്. കഥയിലേക്ക് വരാം. ബംഗളൂരു നഗരത്തിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോയിട്ടുള്ള ആളുകൾക്കറിയാം അവിടുത്തെ ട്രാഫിക് ജാമിനെ കുറിച്ച്. 7 കിലോമീറ്റർ ദൂരം ബംഗളൂരു നഗരത്തിൽ നിന്ന് MG റോഡിൽ നിന്ന് ഹെബ്ബാൽ വരെ യാത്ര ചെയ്യുന്നതിന് ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും എടുക്കുന്ന അവസ്ഥ. അത്രയേറെ ട്രാഫിക് ജാം. അങ്ങനെ കടുത്ത ഗതാഗതക്കുരുക്കുള്ള ഒരു റൂട്ടിൽ 1350 കോടി രൂപ ചെലവഴിച്ച് 3 അണ്ടർപാസുകൾ സഹിതം ഒരു സ്റ്റീൽ ഫ്ലൈ ഓവർ പദ്ധതി കൊണ്ടുവരാൻ 2013 അധികാരത്തിലെത്തിയ സിദ്ധരാമയ്യയുടെ കോൺഗ്രസ് സർക്കാർ പ്രോജക്റ്റുമായി രംഗത്തെത്തിയപ്പോൾ അതിനെ എതിർക്കാൻ തൻ്റെ പേരിലുള്ള നമ്മ ബംഗളൂരു ഫൗണ്ടേഷനുമായി രംഗത്തിറങ്ങിയതാണ് രാജീവ് ചന്ദ്രശേഖർ. ഈ എയർപോർട്ടിൻ്റെ പണി പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ 2008 അധികാരത്തിൽ വന്ന യെദ്യൂരപ്പയുടെ BJP സർക്കാർ അവിടുത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി കൊണ്ടുവന്ന പദ്ധതി എന്ന് പറയുന്നത് വീതിയില്ലാത്ത ഒരു അണ്ടർപാസ് ആയിരുന്നു. അത് കൂടുതൽ കുഴപ്പമുണ്ടാക്കി. അത് മറികടക്കാനാണ് 2013 കോൺഗ്രസ് സർക്കാർ 1350 കോടി രൂപ ചെലവിൽ 7 കിലോമീറ്റർ ദൂരത്തിൽ ഒരു ഫ്ലൈ ഓവർ പദ്ധതിയുമായി വന്നത്. അത് വന്നാൽ വെറും 10 മിനിറ്റ് കൊണ്ട് ആ ദൂരം താണ്ടാൻ സാധിക്കും, ഒരു ട്രാഫിക് കുരുക്കുമില്ലാതെ. 3 അണ്ടർപാസുകൾ സഹിതമാണ് ആ പദ്ധതി വിഭാവനം ചെയ്തത്. അപ്പോഴിതാ MP ആയിരിക്കുന്ന രാജീവ് മുതലാളി ഒരു കൂട്ടം ആളുകളെയും കൂട്ടി, അന്നും ഈ മാധ്യമങ്ങളുടെ വലിയ പിന്തുണയുണ്ട്, വലിയ മുതലാളിയൊക്കെയാണല്ലോ, അങ്ങനെ മാധ്യമങ്ങളുമൊക്കെ ആയി ഇറങ്ങി വേണ്ട വേണ്ട എന്ന് സമരം ചെയ്തു. അഴിമതി ആരോപണം ഉന്നയിച്ചു. മലയാളിയായ കർണാടകയിലെ മന്ത്രി KJ ജോർജിനെതിരെ പോലും അഴിമതി ആരോപണം ഉണ്ടായി. ഇവരൊക്കെ പൈസ ഉണ്ടാക്കാൻ പോവുകയാണ്. 1350 കോടി രൂപയോ ഒരു സ്റ്റീൽ ഫ്ലൈ ഓവറിന് എന്നുള്ള ചോദ്യം. ഇതേ BJPക്കാർ വെറും 182 മീറ്റർ ഉയരമുള്ള ഒരു സ്റ്റീൽ പ്രതിമ ഗുജറാത്തിൽ സ്ഥാപിക്കുന്നതിന് ചെലവാക്കിയത് 3000 കോടിയാണ് എന്നുള്ളത് ഓർക്കണം. മരമൊക്കെ മുറിച്ചു മാറ്റിക്കളയുമെന്നായിരുന്നു പരാതി. അങ്ങനെ മരത്തെ സ്നേഹിക്കുന്ന ഈ രാജീവ് മുതലാളി തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഒരു വികസനം വരുമ്പോൾ അവിടുത്തെ മരം മുറിച്ച് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയാലോ, അതിൽ അഴിമതിയാകുമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയാലോ? തിരുവനന്തപുരത്തുകാർ തിരിച്ചറിയണമെന്ന് ഈ ചതി. ഒരു വമ്പൻ പദ്ധതി എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ഗവേഷണം നടത്തി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അതിനെതിരെ സമരം ചെയ്തയാൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഞാനിവിടെ വികസനം കൊണ്ടുവന്ന് തള്ളി മറിച്ചു കളയുമെന്ന് പറഞ്ഞാൽ അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി തിരുവനന്തപുരത്തുകാർക്കുണ്ട് എന്ന് തെരഞ്ഞെടുപ്പിലൂടെ കാട്ടിക്കൊടുക്കേണ്ടത് തന്നെയാണ്. അങ്ങനെയൊക്കെ ജനങ്ങളെ പറ്റിക്കാനാകുമോ? നമുക്കറിയാം, ഈ ബംഗളൂരുവിൽ ഇദ്ദേഹമൊക്കെ നടത്തിയ വലിയ സമരത്തിൻ്റെ ഭാഗമായ പദ്ധതി ഉപേക്ഷിച്ചതിന് പിന്നാലെ 2016 ആ റോഡിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിൽപ്പെട്ട് ഒരേ സമയം 374 ആളുകൾക്ക് വിമാനം നഷ്ടമായ വാർത്ത രാജ്യമൊട്ടാകെ ചർച്ച ചെയ്തതാണ്. അന്ന് 2013 ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. ആ ഗതാഗത കുരുക്കിൽപ്പെട്ട് ആംബുലൻസുകൾ മുന്നോട്ട് പോകാൻ കഴിയാതെ എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ആർക്കറിയാം? അങ്ങനെ ബംഗളൂരുവിൻ്റെ മുഖച്ഛായ മാറ്റമായിരുന്ന ഒരു പദ്ധതിയെ ഒരു ഉളുപ്പുമില്ലാതെ എതിർത്തയാൾ, മരം മുറിയുടെ പേരിൽ എതിർത്തയാൾ, എന്നിട്ട് 2019 ഇദ്ദേഹത്തിൻ്റെ BJP സർക്കാർ കർണാടക ഭരിക്കുന്ന സമയത്ത് ബംഗളൂരു നഗരത്തിലെ മരം മുഴുവൻ വെട്ടിമുറിച്ചിട്ടു. അതിൻ്റെ ചിത്രങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ഐറ്റങ്ങൾ.
വികസനം മുടക്കികളാണ്. ഞങ്ങൾ ചെയ്താലെല്ലാം ഓക്കെ, ബാക്കിയുള്ളവർ ചെയ്താൽ ഇതൊന്നും വേണ്ട എന്നുള്ള മനോഭാവം. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ തിരുവനന്തപുരത്തുകാരുടെ മുന്നിൽ വന്നതെന്ന് ഞാൻ വികസനം തലയിൽ ചുമന്നുകൊണ്ടുവന്ന് നിങ്ങളുടെ കാൽക്കീഴിൽ ഇട്ടുതരാമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മൗഢ്യമുള്ളവരല്ല. നമ്മൾ നേരത്തെയും ഇദ്ദേഹം കർണാടകയിലെ മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ ഭൂമി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്പനിയുടെ ഒരു സബ്സിഡിയറി കമ്പനിയെ ഉപയോഗിച്ച് ലീസിനെടുത്ത് അവർ പോലും അറിയാതെ ലോൺ എടുത്തതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചിരുന്നു. ഇതുപോലെ ഒരു നാടിൻ്റെ വികസനത്തിന് എങ്ങനെ തുരങ്കം വയ്ക്കാമെന്ന് ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തോട് തിരുവനന്തപുരത്തുകാർ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. 18 വർഷം രാജ്യസഭാംഗമായിരുന്നിട്ട് കർണാടകയ്ക്ക് നൽകിയ സംഭാവന എന്ത് എന്ന്. കർണാടകയിൽ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയിൽ കൊണ്ടുവന്ന ഒരു വമ്പൻ പദ്ധതിയുടെ പേര് പറയാമോ എന്ന് ഇതുവരെ ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ദിവസവും നോക്കുന്നുണ്ട്. ഇനി കാര്യം നടക്കും, ഇവിടെ അത് ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് തിരുവനന്തപുരത്തുകാരോട് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇനി പറയുമോ എന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പരതി നോക്കിയപ്പോഴും ബംഗളൂരുവിൽ അല്ലെങ്കിൽ കർണാടകയുടെ ഏതെങ്കിലും ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയെക്കുറിച്ചും കാണാനില്ല. ഇതുപോലെ മുടക്കിയ പദ്ധതികളെക്കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കർണാടകയിൽ അന്നത്തെ മുഖ്യമന്ത്രിയെയും അന്നത്തെ ഒരു മന്ത്രിയെയും ആ സ്ഥലത്തെ MLA-യും ഒക്കെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ഒരു മലയാളിയായ മന്ത്രിയെയാണ് അദ്ദേഹം അഴിമതിയുടെ പേര് പറഞ്ഞ ആ വലിയ പ്രോജക്റ്റിൻ്റെ പേരിൽ ആക്ഷേപിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹമൊക്കെ തിരുവനന്തപുരത്ത് വന്ന് ഇവിടുത്തുകാരോട് ഈ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയണം. തിരുവനന്തപുരത്തുകാർക്ക് ഒരു അബദ്ധം പറ്റാൻ പാടില്ല, ഒരു കാരണവശാലും അബദ്ധം പറ്റാൻ പാടില്ല. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഞാൻ വികസനം നടത്തിക്കളയുമെന്ന് പറയുന്നയാൾ പ്ലക്കാർഡും പിടിച്ചു നിന്ന് വികസനം മുടക്കിയ കഥ ഈ നാട് ചർച്ച ചെയ്യേണ്ടതാണ്. എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരവില്ലാത്തയാൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ആയിരിക്കും ഉത്തരമായി പറയേണ്ടി വരുന്നത്. ഞാൻ ബംഗളൂരുവിലെ 1350 കോടിയുടെ ഫ്ലൈ ഓവർ മുടക്കിയല്ലോ എന്ന് പറയേണ്ടി വരും. ഞാൻ കർണാടകയിലെ മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ ആ ഭൂമി എൻ്റെ ഒരു കമ്പനിയെ ഉപയോഗിച്ച് പാട്ടത്തിനെടുത്ത് ലോൺ എടുത്തല്ലോ എന്ന് പറയേണ്ടി വരും. ഇതൊക്കെ ഈ രാജ്യം ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. എന്നിട്ട് പുതിയ മേലങ്കി അണിഞ്ഞ് മോദിയുടെ ഗ്യാരണ്ടി വിൽക്കാൻ നടക്കുകയാണ് തിരുവനന്തപുരത്ത്. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്